ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ടിപ്പാണ്. അതായത് ഡെലിവറി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. പെട്ടെന്ന് പെയിൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ളത്, നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സിസേറിയൻ ഓൾറെഡി കൺഫേം ചെയ്ത് സിസേറിയനെ നടക്കുകയുള്ളൂ, കുട്ടിയുടെ പൊസിഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കുള്ള ടിപ്പല്ല കേട്ടോ ഇത്. ഒരു കുഴപ്പമില്ല, നാച്ചുറൽ ബർത്ത് നടക്കും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ലാസ്റ്റ് വീക്കിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് ഏത് നിമിഷവും പെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അമ്മമാരുണ്ടല്ലോ. അതേപോലെ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പേടിയുണ്ടാവും, അയ്യോ പെയിൻ വന്നിട്ട് ഇനി പെട്ടെന്ന് സ്റ്റോപ്പായി, ഇനി അത് സിസേറിയനിലേക്ക് കൺവേർട്ട് ആവോ, എനിക്ക് സിസേറിയൻ ചെയ്യണ്ട, എനിക്ക് നോർമൽ ഡെലിവറി തന്നെ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിൽ ഒത്തിരി ടെൻഷൻ കൊണ്ട് കിടക്കുന്ന ഒരു സമയം കൂടിയാണ് ലാസ്റ്റ് വീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു കാറ്റഗറിയിലുള്ള പേഷ്യൻസിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സിസേറിയൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് മോശമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഡെലിവറി ടൈമിൽ പല പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും രണ്ടും നല്ലത് തന്നെയാണ്. കുട്ടിയും അമ്മയും സേഫായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഓക്കെ, അതുകൊണ്ടിട്ട് സിസേറിയൻ മോശമാണെന്ന് ഞാനിതിൽ എന്താ പറയുക, നിങ്ങൾ പറയുന്നതായിട്ടൊന്നും വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് പറയുന്ന ടിപ്സ് വന്നിട്ട് കുട്ടിയുടെ പൊസിഷൻ താഴേക്ക് തലയ്ക്ക് ഇറങ്ങി ഇനി ഏത് നിമിഷവും നമുക്ക് ആ സെർവിക്സൊക്കെ ഓപ്പണായി നമുക്ക് ഏത് നിമിഷവും ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള അമ്മമാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പെയിൻ വരാനും അതേപോലെ ഒരു പ്രസവ വേദന കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിൽക്കാതെ പെട്ടെന്ന്, അതായത് ഒരു 3 hours തന്നെ ആ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് ഡെലിവറി ആകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. ടിപ്സാണ്, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലൊന്നും അല്ല. ഇതൊക്കെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കോയമ്പത്തൂർ സൈഡിലൊക്കെ നമ്മൾ താമസിച്ചിരുന്നപ്പോൾ അവിടെയുള്ള മുത്തശ്ശിമാരുണ്ട്, അവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ. നാട്ടുവൈദ്യം എന്ന് പറയില്ലേ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഒത്തിരി നാട്ടുവൈദ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ല. അതേപോലെ അവിടെയുള്ളവരുടെ കൾച്ചർ വെച്ചിട്ട് അവിടെയുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ആ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണമെന്നൊന്നും ഇതിലൊരു നിർബന്ധമില്ല, നിബന്ധനകളില്ല. ഞാനത് ആവശ്യപ്പെടുന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. കാരണം ആ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് അങ്ങനെയുള്ള അറിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലുള്ള അറിവുകൾ നമുക്കറിയാം, അല്ലാണ്ട് അവരുടെ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അവിടെ പോയി നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് പറയാം. പെരുംജീരകം ഉണ്ടല്ലോ, നമ്മുടെ പെരുംജീരകം, സാദാ ജീരകം അല്ല, പെരുംജീരകം നമ്മൾ ചട്ടിയിലിട്ടൊന്ന് വറുക്കുക. ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ, 1 ടേബിൾ സ്പൂൺ, ഒരു ചെറുത് ഇത്തിരി എടുത്താൽ മതി പെരുംജീരകം എടുത്തിട്ട് നമ്മുടെ ഒരു ചീനച്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക, കൂടുതൽ കരിയരുത്. വറുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടംബ്ലർ വെള്ളം ഒഴിക്കുക. നമ്മളിപ്പോൾ ഏത് ടംബ്ലറിലാണോ വെള്ളം കുടിക്കാൻ പോകുന്നത് ആ ഒരു ടംബ്ലറിൽ നമ്മൾ വെള്ളം ഒഴിച്ചേക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഇത് രണ്ടും നന്നായിട്ട് തിളയ്ക്കും. നന്നായിട്ട് തിളച്ചിട്ട് ഈ പെരുംജീരകത്തിൻ്റെ എസൻസ് കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങും. നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വീട്ടിൽ കഷായമൊക്കെ ഉണ്ടാക്കുമല്ലോ, നമുക്കറിയാമല്ലോ. 1.5 ഗ്ലാസ് വെച്ചിട്ട് അത് 1 ഗ്ലാസ്സിലേക്കോ 3/4 ഗ്ലാസ്സിലേക്കോ വറ്റിച്ചിട്ട് നമ്മളങ്ങനെ എടുക്കും, നമുക്കറിയാമല്ലോ. അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെരുംജീരകം തിളപ്പിച്ച ഈ വെള്ളം നമ്മൾ കുറച്ചൊന്ന് വറ്റാനായിട്ട് അനുവദിക്കുക. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി ഇത്തിരി വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ആ ഒരു നേരിയൊരു ചൂടോടുകൂടി, തിളച്ച പൊടിയെ കുടിക്കരുത് കേട്ടോ, ഒരു നേരിയ കുടിക്കാൻ പാകത്തിനുള്ള നേരിയ ചൂടോടുകൂടി ഈ വെള്ളം കുടിക്കുക. പെരുംജീരകം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ വെള്ളം മാത്രം കുടിക്കുക. നിങ്ങൾ വെള്ളത്തിൽ മധുരമോ അങ്ങനെയുള്ള ഒന്നും ഇടണ്ട കേട്ടോ, ഒന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ഈ വെള്ളം കുടിക്കുക. ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5th മന്തിലോ 6th മന്തിലോ 7th മന്തിലോ ഒന്നും ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് കേട്ടോ, ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. അതിന് പകരം നിങ്ങളിത് കുടിക്കേണ്ടത് ഒരു 35 വീക്സോ 36 വീക്സോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. 36 വീക്സ് തൊട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഇത് കുടിക്കാവുന്നതാണ്. നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് കുഴമ്പൊക്കെ ഇട്ട് ഒരു ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ കുളിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു ടിപ്പാണ് നിങ്ങൾക്ക്
കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിൽ ആ നിപ്പിൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, അതായത് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നോർമൽ ഡെലിവറി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നമ്മൾ ഈ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ രാത്രി കിടക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഇതും ഒരു നേരിയൊരു ചൂടോടുകൂടി, നല്ല ചൂടിൽ കുടിക്കരുത്, നേരിയ ചൂടോടുകൂടി നമുക്ക് ഇതും കുടിക്കാവുന്നതാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് 36 വീക്സിൽ നമ്മളിത് കുടിച്ച് തുടങ്ങുക, 35ലോ 36ലോ ഉറപ്പായിട്ടും. ഞാനിത് കുടിച്ചു തുടങ്ങി എനിക്ക് കറക്റ്റ് 38 വീക്സ് ആൻഡ് 3 ഡേയ്സിൽ എനിക്ക് ഡെലിവറി ആയി, ഫസ്റ്റ് ഡെലിവറി. അത് ഡോക്ടർ പോലും പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ടിട്ട് നല്ല സമയമെടുക്കും, കാരണം നല്ല സമയമെടുക്കും എന്ന് തന്നെയാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. 3 hours, ആ 3 hours 3.5 കിലോ ഉള്ള കുഞ്ഞിനെ ഞാൻ ഡെലിവറി ചെയ്തു. അപ്പോൾ അത്ര ഈസി ആയിട്ട് എൻ്റെ പ്രസവം കഴിഞ്ഞു എന്നുള്ളതാണ്. ഡെലിവറി പെയിൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരെ പോലെ തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡെലിവറി പെയിൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇത്ര ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് എൻ്റെ വീട്ടുകാരൊക്കെ സാക്ഷികളാണ്. സംഭവം ഇതാണ്. എൻ്റെ അമ്മയ്ക്ക് പോലും ഈ ടിപ്സ് അറിയില്ലായിരുന്നു, അമ്മയ്ക്ക് തരാൻ പോലും പേടിയായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്ത് രാത്രി ആകുമ്പോഴത്തേക്ക് കുടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ചത് കൊണ്ടിട്ടാണോ എന്താ പറയുക ഈ ഡെലിവറിയുടെ ടൈം ഡ്യൂറേഷൻ കുറഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഉപദേശം തന്ന ഈ മുത്തശ്ശിമാരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാട്ടൻ മുപ്പാട്ടൻ കാലത്തിൽ, അതായത് അവരുടെ മുത്തശ്ശന്മാർ അങ്ങനെയുള്ള അവരുടെ ആ കാലത്ത് തൊട്ടിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളാണ്. അവരുടെ ഫാമിലിയിലൊക്കെ അവരങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. പെരുംജീരകം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അവർ ഡെയിലി രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ 1 ടംബ്ലർ കുടിക്കുമായിരുന്നു അത്രേ. കുടിച്ചു കഴിഞ്ഞാൽ അത് ഈ ഡെലിവറി അടുക്കുന്ന സമയത്ത് അവരിത് കുടിക്കുമായിരുന്നു അത്രേ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെലിവറിയുടെ ഡ്യൂറേഷൻ, ആ ഒരു പെയിൻ്റെ ഇത് കുറയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് ലേബർ ആകും, ഡെലിവറി ആകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്നൊരു ടിപ്പായിരുന്നു അത്. പിന്നെ വേറൊരു ടിപ്സ് കൂടിയുണ്ട്, അത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്കത് കുറച്ച് പേടിയായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഇതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അവർ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നാടൻ കോഴിയുടെ മുട്ടയുണ്ടല്ലോ, നാടൻ കോഴിയുടെ മുട്ട, ആ മുട്ട എടുത്തിട്ട് നമ്മൾ സാധാരണ മുട്ട നമ്മൾ ഓംലെറ്റൊക്കെ ചെയ്യില്ലേ, അതേപോലെ നമ്മൾ ചീനച്ചട്ടിയിൽ പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ടതിൽ കുറച്ച് സോൾട്ടൊക്കെ ഇടുക, സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വിളക്കെണ്ണ ഒഴിക്കാമെന്ന്. വിളക്കെണ്ണ മീൻസ് നമ്മുടെ നാട്ടിൽ കിട്ടണ വിളക്കെണ്ണ ഒന്നും എടുത്ത് കുടിച്ചേക്കല്ലേ കേട്ടോ, പണി തീർന്നു പോവും. അതുകൊണ്ടിട്ട് അതൊന്നും ചെയ്യരുതേ. വിളക്കെണ്ണ എന്ന് തമിഴ്നാട്ടുകാർ വിളക്കെണ്ണ എന്ന് ഉദ്ദേശിക്കുന്ന സാധനം കാസ്ട്രോയിലാണ്. കാസ്ട്രോയിലാണ് അവർ ഉദ്ദേശിക്കുന്ന സാധനം, ആവണക്കെണ്ണ. അതാണ് അവർ വിളക്കെണ്ണ എന്ന് പറയുന്നത് തമിഴിൽ. അപ്പോൾ ഈ കാസ്ട്രോയിലാണ് അവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. കൂടുതലൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് കാസ്ട്രോയിൽ അതിലൊഴിക്കും അത്രേ. കാസ്ട്രോയിൽ ഒഴിച്ചിട്ട് ഈ മുട്ട ഇത് കഴിക്കുന്നു, രാത്രി അവർ കഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻ സ്റ്റാർട്ടാവാൻ തുടങ്ങും അത്രേ. അതായത് ആ പെയിൻ തുടങ്ങുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ പ്രസവിക്കുന്നതിന് ഒരു തലേന്ന് ദിവസമോ അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും. ആ എന്തോ ഇതുപോലെ നമുക്ക് ആ ഒരു പെയിൻ സ്റ്റാർട്ടാവണ പോലെ. പിന്നെ ആ മ്യൂക്കസ് പ്ലഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് സെക്രീറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഡെലിവറി ആകാൻ പോവാണ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരിത് കൊടുക്കൂത്രേ. ആ മുത്തശ്ശിമാർ പെൺകുട്ടികൾക്ക് ഇതുണ്ടാക്കി അപ്പം തന്നെ കൊടുക്കും. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വോട്ടവർ ഇത് കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്ന് പോവില്ല എന്ന്. ചിലർക്കറിയില്ലേ, മിക്കവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഡെലിവറി പെയിൻ സ്റ്റാർട്ടാകും, ഒരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ എന്താ പറയുക, ഇത് സെർവിക്സ് ഡയലേറ്റ് ആവുകയും ചെയ്യും. പക്ഷേ ഒരു 3-4 ഒക്കെ എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പാകും. ഡെലിവറി പെയിനും പിന്നെ അവർക്ക് വരില്ല. അങ്ങനെ പെയിൻ സ്റ്റോപ്പായിട്ട് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ടിപ്സ് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് അവർ പറയണേ. അതായത് ഇത് കഴിക്കുമ്പോൾ ആ പെയിൻ സ്റ്റാർട്ടാവണം, ആ കുട്ടിക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഡെലിവറി പെയിൻ കുറയില്ല. പെട്ടെന്ന് ആ ഫ്രീക്വൻസി കൂടി വരും. പെയിൻ കൂടി
നമുക്ക് അങ്ങനെയാണല്ലോ ഡെലിവറിക്ക്. ഫസ്റ്റ് ഒരു പെയിൻ വരും, പിന്നെ 5 മിനിറ്റ്സ് കഴിഞ്ഞ് അടുത്തൊരു പെയിൻ വരും, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ 3 മിനിറ്റ്സിലേക്കാവും, പിന്നെ 2 മിനിറ്റ്സിലേക്കാവും, അങ്ങനെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. പെയിൻ സിവിയറായിട്ടും വരും. അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ആ പെയിൻ സ്റ്റോപ്പ് ആവില്ല എന്നാണ് അവർ പറയണത്. പെട്ടെന്ന് ലേബർ ആവുകയും ചെയ്യും, ഡെലിവറി ആവുകയും ചെയ്യും അത്രേ. അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരിക്കലും എന്താ പറയുക, നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതല്ല, എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പം ഇങ്ങനെയും കുറേ സമൂഹത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പെരുംജീരകം ആ ഒരു കഷായം അത് ഞാൻ കുടിക്കുമായിരുന്നു. കുടിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങാറ്. 35 വീക്സ് തൊട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 35 വീക്സിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. 38 വീക്സ് ആൻഡ് 3 ഡേയ്സ് ആയപ്പോഴത്തേക്കും ഡെലിവറി ആയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ ഫ്ലൂയിഡ് കുറയാതിരിക്കാനുള്ള ആ ഒരു ഹെൽത്തി ഡ്രിങ്ക് അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 5th മന്തിലേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് 2 ഡെലിവറിക്കും എനിക്കങ്ങനെ ഫ്ലൂയിഡ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ 2 കുഞ്ഞുങ്ങളെ നോർമൽ ഡെലിവറി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ടും പരീക്ഷിച്ചാണ്. 100% ഗ്യാരണ്ടിയാണ്. പക്ഷേ ഈ കോഴിമുട്ടയും ആവണക്കെണ്ണയും ഈ കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതെനിക്ക് പേടിയായിരുന്നു. പക്ഷേ അവിടെയുള്ള ഈ അമ്മൂമ്മമാർ ഇങ്ങനെ അത് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയിലൊക്കെ അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉള്ള ആൾക്കാർ അതിൽ ഇപ്പോൾ അഡ്വൈസ് ചെയ്താലും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടാവാം. അവർ പറയുന്നു അവരുടെ കാലത്തിൽ അവരതങ്ങനെ ചെയ്തിരുന്നു അത്രേ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞങ്ങളാരും അത് ട്രൈ ചെയ്യണമെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇൻഫർമേഷൻ്റെ ഭാഗം മാത്രം. അപ്പോൾ ഇനി വലിയ ടിപ്സായിട്ട് ഇനിയും വരാം. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി.